ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വളട്ടൈൽ ഓപ്പണിംഗ് ആണ്. നമ്മൾ വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലത്തെ നല്ല മുന്നേറ്റത്തിന് ശേഷം ഇന്ന് വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് നിക്കായി മാത്രമാണ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ S&P 500ഉം നാസ്ഡാക്കും ഡൗ ജോൺസ് ഇൻഡെക്സും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഇട്ടിരുന്നു. S&P 500 ഓൾമോസ്റ്റ് റെക്കോർഡ് ലെവൽ വരെ എത്തിയിരുന്നു, പക്ഷേ പുതിയ റെക്കോർഡ് ഇട്ടിട്ടില്ല. മറിച്ച് ഡൗ ജോൺസും നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. നാസ്ഡാക്ക് റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഡൗ ജോൺസ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ. വോളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഇന്നലെ 12.15 ക്ലോസ് ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച 11.99 ആയിരുന്നു. അപ്പോൾ നമ്മൾ നോർമൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മിക്സഡ് ട്രെൻഡാണ് ഇന്നലെ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ളത്. നാളെ പുറത്തു വരുന്ന എൻവിഡിയയുടെ റിസൾട്ടാണ് എല്ലാവരുടെയും അട്രാക്ഷൻ. ഇന്നലെ എൻവിഡിയ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. നാളത്തെ റിസൾട്ടിന് ശേഷം ആയിരിക്കാം എത്രത്തോളം മുന്നേറും എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്നിരുന്നാലും എല്ലാവരും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് എൻവിഡിയയുടെ റിസൾട്ടിൽ. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ജൂൺ ഫ്യൂച്ചേഴ്സ് $2454.1 പെർ ഔൺസിനും അതുപോലെ തന്നെ സ്പോട്ട് ഗോൾഡ് $2450.01 പെർ ഔൺസ് ആണ് ഇന്നലെ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2420 പെർ ഔൺസിനാണ് ജൂൺ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ അതുപോലെ തന്നെ 11 ഇയർ പുതിയ ഹൈ ഇന്നലെ ഹിറ്റ് ചെയ്തിരുന്നു. $32.75 പെർ ഔൺസ് ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം കോപ്പറും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് ഒക്കെ ഒരു ന്യൂട്രൽ ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലോബലി. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസുകൾ മാർക്കറ്റിന് അത്ര നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളല്ല. ഒപ്പം Q4 റിസൾട്ടുകളെല്ലാം തന്നെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ജെഫറീസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആണ്. പല സ്റ്റോക്കുകളെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അഡാനി എൻ്റർപ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ HAL ഉണ്ട്, IDFC ഫസ്റ്റ് ബാങ്ക് ഉണ്ട്, ഭാരതി ഹെക്സാകോം ഉണ്ട്, കെയ്ൻസ് ടെക്നോളജീസ് ഉണ്ട്, ഇന്ത്യ മാർട്ട് ഉണ്ട്, ONGC ഉണ്ട്, പോളിസി ബസാർ, ഈ സ്റ്റോക്കുകളെയൊക്കെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മേജറായിട്ടുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടെലികോമിനും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ ഭാരതി എയർടെൽ, അതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയ, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം റിലയൻസും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര Q4 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഒപ്പം അവരുടെ പുതിയ കോമ്പാക്റ്റ് SUV ഉണ്ട്, XUV 3XO എന്നാണ് ഈ പുതിയ കോമ്പാക്റ്റ് SUVയുടെ പേര്. ഇതിന് ആദ്യത്തെ 1 അവറിൽ തന്നെ 50,000 ബുക്കിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. M&Mനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോങ് ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു ന്യൂസും കൂടിയാണ്. ഒപ്പം ധാരാളം ആക്ടിവിറ്റീസും M&M പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മൾ M&Mത്തിൻ്റെ ഈ ന്യൂസ് ഫ്ലോയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി പൊതുവെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബെറ്റർ മൺസൂൺ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ FMCG അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ച് ട്രാക്ടർ ഉണ്ടാക്കുന്ന M&M എസ്കോർട്സ് പോലുള്ള ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം, ലോവർ ലെവലിൽ നിന്നൊരു ബൈയിങ് ഒക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസിൻ്റെ ഇമ്പാക്റ്റൊക്കെ നമുക്ക് കാണാം. Q4 റിസൾട്ടുകൾ ഇന്നലെ അനൗൺസ് ചെയ്ത നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾ സെയിൽ, അതുപോലെ തന്നെ RVNL, പട്ടേൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോക്തേം, വീൽസ് ഇന്ത്യ, IRFC ഇതൊക്കെയാണ്. ഒപ്പം ടെക്സ്മാക്കോർ ഓയിലും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് ആയിരുന്നു. ഓയിൽ ഇന്ത്യ 1:2 ബോണസ് ഇഷ്യൂം കൂടി ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇന്ന് മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നല്ല രീതിയിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്.
ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സജഷൻ അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റബിൾ പൊസിഷനിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ജൂൺ 4 വരെ. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഒരു വ്യക്തമായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം പലതരത്തിൽ ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ റിലേറ്റഡ്. അതിൻ്റെ ഇമ്പാക്റ്റും വൊളാറ്റിലിറ്റിയും ഒക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ കാണാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെയാണ് ഇലക്ഷന് ശേഷം വരുന്നതെങ്കിൽ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് വളരെ സേഫായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാവുന്ന ഒരു ഡിസിഷൻ എടുക്കാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ടോപ്പ് പിക്ക് ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.